നമുക്ക് ഓരോ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. കട്ടി തൈരാണ്, അധികം പുളിയില്ലാത്തത്. അടുത്തതായിട്ട് ഗ്രീൻ ചട്നിയാണ് ചേർക്കേണ്ടത്. 1/2 സ്പൂൺ വീതം നമുക്ക് ചേർക്കാം. ഗ്രീൻ ചട്നി ഒത്തിരി ചേർക്കണ്ട, കുറേശ്ശെ ചേർത്താൽ മതി. അടുത്തതായിട്ട് പുളിയുടെ ചട്നിയാണ് ചേർക്കേണ്ടത്. ഈ പുളി ചട്നി കുറച്ച് ഒരു പുളിയും കുറച്ചൊരു മധുരവും ചേർന്ന ടേസ്റ്റിലാണ്. ഇനി നമുക്ക് ചെറിയ ടൈപ്പ് മിക്സ്ചർ അഥവാ സേവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല കൊതിയൂറും ദഹിപൂരി റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും.